നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. വാർത്തകളിൽ ബോബി ചെമ്മണ്ണൂർ നിറഞ്ഞു നിൽക്കുകയാണ്. വിവാദ സ്വർണ്ണ വ്യാപാരി. താൽക്കാലികമായാണെങ്കിലും അയാൾ അകത്തായിരിക്കുന്നു. സാമ്പത്തിക തട്ടിപ്പിന് അകത്താകേണ്ട ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കേസിലാണ്. ഇതൊരു വിരോധാഭാസമാണ്. സാമ്പത്തിക തട്ടിപ്പിൻ്റെ കാര്യത്തിൽ പ്രൊഫഷണൽ ആണ് ഇയാളെന്ന് കഴിഞ്ഞ 10 വർഷത്തെ ഇയാളുടെ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തും. ബോച്ച എന്ന പേരിൽ തട്ടിപ്പ് ബ്രാൻഡ് ചെയ്ത ഇയാൾക്ക് ഈ കേസൊരു വലിയ പ്രശ്നം ആകാനിടയില്ല. തുടക്കത്തിൽ ജാമ്യം നിഷേധിക്കപ്പെട്ടെങ്കിലും എങ്ങനെയെങ്കിലും അയാൾ ഇത് സംഘടിപ്പിക്കും, ജാമ്യം. എന്നിട്ട് പുറത്തു വന്ന് പൂർവാധികം ശക്തിയോടെ തൻ്റെ ചെയ്തികളിൽ അയാൾ സജീവമാകും എന്നാണ് കൊച്ചിയിലെത്തിച്ചപ്പോൾ ഇയാളുടെ ശരീരഭാഷയും ഇയാൾക്ക് ലഭിച്ച വീരോചിത മാധ്യമ സ്വീകരണവും സൂചിപ്പിക്കുന്നത്. മാധ്യമങ്ങളെ ഒതുക്കിയും പ്രലോഭിപ്പിച്ചും പ്രീണിപ്പിച്ചുമാണ് ഇത്രയും കാലമുള്ള ഇയാളുടെ വളർച്ച. ഇയാൾ അകത്താകാൻ കാരണമായ പ്രശസ്ത അഭിനേത്രി ശ്രീമതി ഹനിറോസിനെ ലൈംഗികമായി അവഹേളിച്ച സംഭവം വളരെ ഗുരുതരമാണെങ്കിലും സ്വർണ്ണ വ്യാപാരവും അതുമായി ബന്ധപ്പെട്ട നിക്ഷേപത്തിൻ്റെയും കാര്യത്തിൽ ഇയാൾ നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പുകൾ അതിനേക്കാൾ എത്രയോ ഭീകരമാണ്, ഗുരുതരവുമാണ്. മാഡം ഹനിറോസിനെ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെയാണ് ഇയാൾ അപമാനിച്ചതെങ്കിൽ മറ്റ് പലതരത്തിലും ക്രൂരമായി ഇയാൾ സ്ത്രീകളോട് പെരുമാറിയ, സ്ത്രീകളെ പീഡിപ്പിച്ച സംഭവങ്ങൾ നിരവധിയുണ്ട്. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോയിലെ സ്ത്രീ അതിൽപ്പെട്ട ഒരാളാണ്. മുഖവുര വേണ്ടാത്ത ഈ ദൃശ്യങ്ങളിൽ അവർ ബോബിയോട് പറയുന്നത് എന്താണെന്ന് കേൾക്കൂ. Let the world know that you're a womanizer. You go with some naughty talk. Telling no, you go to women, tell. ഈ വീഡിയോയെ കുറിച്ച് ഒരു മുഖവുര, അഭിപ്രായ പ്രകടനം ആവശ്യമില്ല, അനാവശ്യവുമാണ്. കേരള പോലീസിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചു വാങ്ങിയതാണ് ഈ വീഡിയോ. ഇത്തരം പീഡന സംഭവങ്ങളും സ്വർണ്ണ കച്ചവടത്തിലെ ഇയാളുടെ സാമ്പത്തിക തട്ടിപ്പുകളും മറ്റും അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് 10 വർഷം മുമ്പ് ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് അന്ന് ചീഫ് വിപ്പായിരുന്ന ശ്രീ PC ജോർജ് മുഖാന്തരം നൽകിയ ഒരു പരാതിയുടെ ഭാഗമാണ് ഈ ദൃശ്യം. പരാതി കിട്ടിയ ശ്രീ ചെന്നിത്തല ഇതേ സംബന്ധിച്ച് അന്വേഷണത്തിന് ഉത്തരവിട്ട് അന്നത്തെ ഇന്റലിജൻസ് ADGP ശ്രീ പ്രേമചന്ദ്രൻ വഴി താഴേക്ക് അയച്ചു. അന്വേഷണം നടത്തിയ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ തൃശ്ശൂരിലെ ഇന്റലിജൻസ് SP പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തി ഇയാളെ അറസ്റ്റ് ചെയ്യാൻ ADGPയോട് അനുമതി തേടി. അപ്പോൾ അന്വേഷണ റിപ്പോർട്ടുമായി തിരുവനന്തപുരത്തെത്താനായിരുന്നു ആ ഉദ്യോഗസ്ഥന് മേലാവിൽ നിന്ന് കിട്ടിയ രാഷ്ട്രീയ നിർദ്ദേശം. ആഭ്യന്തരമന്ത്രി ആ റിപ്പോർട്ട് വാങ്ങിച്ച് തൻ്റെ ഓഫീസിൽ വെച്ചു. എന്നിട്ട് ആ ഉദ്യോഗസ്ഥനോട് തിരിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞു. റിപ്പോർട്ട് അവിടെ ഇരുന്നു, കാര്യങ്ങൾ അവിടെ അവസാനിച്ചു. പിന്നീട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോ അദ്ദേഹത്തിന് ഈ പരാതി റഫർ ചെയ്ത PC ജോർജോ ഇതേക്കുറിച്ച് മിണ്ടിയിട്ടില്ല. ബോധപൂർവം എന്നവണ്ണം മൗനം പാലിക്കുകയാണ് അവർ ചെയ്തത്. ഇതിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. തനിക്കെതിരെ ആരെങ്കിലും പരാതിയുമായി പോയാൽ അത് ഒതുക്കി തീർക്കുന്ന ഈ സ്വർണ്ണ വ്യാപാരിയുടെ ശൈലി ഇവിടെയും പ്രയോഗിക്കപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനായി മാർക്കും എത്ര പണവും കൊടുക്കുന്നതാണ് ഇയാളുടെ രീതി. ഈ പരാതിയിലുള്ള നടപടി അഥവാ അന്നത്തേതുപോലെ അറസ്റ്റ് ഒഴിവാക്കാൻ കോടികൾ ബോബി ചെമ്മണ്ണൂർ എറിഞ്ഞിട്ടുണ്ടാവും. തുടക്കത്തിൽ പറഞ്ഞില്ല ബ്രാൻഡഡ് തട്ടിപ്പ് എന്ന്. അത് പറഞ്ഞത് വെറുതെ അല്ല. ഇയാളുടെ സ്വർണ്ണാഭരണ നിക്ഷേപ പദ്ധതിയും മറ്റനുബന്ധ സംരംഭങ്ങളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒരിടത്തു നിന്നും പണം വാങ്ങിച്ച്
അതിൻ്റെ ബാധ്യത തീർക്കാൻ മറ്റൊരിടത്ത് നിന്ന് പണം വാങ്ങി അവിടെ കൊടുത്ത് ഈ ഒരു രീതിയിലാണ് ഇയാൾ തൻ്റെ ബിസിനസ് ചെയ്യുന്നത്. പോൺസി സ്കീമുകൾ എന്നാണ് വ്യവഹാര ഭാഷയിൽ ഇത് അറിയപ്പെടുന്നത്. അതിൻ്റെ ഉസ്താദാണ് ഈ മനുഷ്യൻ ബോബി ചെമ്മണ്ണൂർ. ഇതിനെതിരെ ഉണ്ടാകുന്ന പരാതികൾ ഭീഷണിയും പ്രലോഭനങ്ങളും വഴി ഒതുക്കുകയും ഇല്ലാതാക്കുകയുമാണ് ഇയാളുടെ ശൈലി. അങ്ങനത്തെ എത്രയോ സംഭവങ്ങളുണ്ട്. വേറൊന്ന്, തൃശ്ശൂർ മണ്ണുത്തിക്കടുത്ത് ഓക്സിജൻ സിറ്റി എന്നൊരു അന്താരാഷ്ട്ര ഭവന പദ്ധതി ഇയാൾ പ്രഖ്യാപിച്ചത് ഓർമ്മയുണ്ടാവും. എല്ലാ പത്രങ്ങളുടെയും 1-ാം പേജ് ജാക്കറ്റ് ആഡായിരുന്നു, മുഴുനീള പരസ്യം. അതിലെ ആ ഭവന പദ്ധതിയിലെ 9-ാം നമ്പർ വീട് ലോകപ്രസിദ്ധ ഫുട്ബോളർ ഡിഗോ മരഡോണ വാങ്ങി എന്നാണ് അയാൾ പരസ്യപ്പെടുത്തിയത്. മരഡോണ ഇയാളുടെ സുഹൃത്താണെന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷെ അത് അവിടെ അവസാനിച്ചു. പദ്ധതികൾ പ്രഖ്യാപിച്ച് പണം പിരിക്കുകയല്ലാതെ ഒന്നും ഇയാൾ യാഥാർത്ഥ്യമാക്കുന്ന പരിപാടിയില്ല. ഏറ്റവും ഒടുവിൽ ആരംഭിച്ച വയനാട്ടിലെ തേയില ലോട്ടറിക്കെതിരെ ലോട്ടറി വകുപ്പിന്റെ പരാതിയിൽ കേരള പോലീസ് കേസെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ ഇയാളുടെ അവിഹിത ധനാഗമ മാർഗങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് ഇഡിക്ക് പരാതി പോയി. ഇഡി അന്വേഷണം നടത്തി കേസെടുത്തു. പക്ഷേ അത് ആവിയായിപ്പോയി. ഒരു ദിവസം 4 തവണ ബ്രേക്കിംഗ് ന്യൂസായി വന്നതൊഴിച്ചാൽ ഒന്നും സംഭവിച്ചില്ല. 2015 മുതൽ മനുഷ്യാവകാശ പ്രവർത്തകനായ ജോയി കൈതാരം തുടങ്ങിയ കുറേ ആളുകൾ, പ്രധാനമായും ജോയി കൈതാരം, ഇയാൾക്കെതിരെ അതിഗൗരവമുള്ള പരാതികൾ തെളിവുകൾ സഹിതം ബന്ധപ്പെട്ട അധികൃതർക്ക് നൽകിയിട്ടുണ്ട്. നിരവധി പരാതികൾ. പക്ഷേ ഒന്നിലും അന്വേഷണമുണ്ടായില്ല. രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ച പ്രകാരം നടന്ന ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്നത് ഇന്നും അജ്ഞാതമാണ്. സാമൂഹ്യ വിരുദ്ധതയിലേക്കുള്ള ബോബി ചെമ്മണ്ണൂരിൻ്റെ വളർച്ച തടയാമായിരുന്ന ഒരവസരമായിരുന്നു ആ പരാതിയിന്മേൽ നടപടി എടുത്തിരുന്നെങ്കിൽ. കഴിഞ്ഞ 10 വർഷത്തോളമായി ശ്രീ ജോയി കൈതാരം ബോബിയുടെ ക്രൂരതകൾക്ക് വിധേയരായവർക്ക് വേണ്ടി അവർക്കൊപ്പം നിന്ന് നടത്തുന്ന ശ്രമങ്ങൾ പരാജയപ്പെട്ടിടത്താണ് ശ്രീമതി ഹണി റോസ് ഒറ്റ ദിവസം കൊണ്ട് ഇയാളെ അകത്താക്കി വിജയിച്ചത്. അപ്പോൾ ഇതൊരു ലൈംഗിക അപവാദ കേസിൽ തീരേണ്ട കാര്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സംഭവത്തിലെ മസാല മാറ്റി നിർത്തിയാൽ സാമ്പത്തിക തട്ടിപ്പുകളുടെ ഒരു പരമ്പര തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ബോബി അതിൻ്റെയൊക്കെ ഒരു ആശാനാണ്. അത് അന്വേഷിക്കേണ്ടതും നടപടിയെടുക്കേണ്ടതും അത്യാവശ്യമാണ്. പക്ഷേ അങ്ങോട്ട് ആരും തിരിയുന്നില്ല. ഇനിയിപ്പോൾ സംശയിക്കേണ്ടത് അത്തരം സാമ്പത്തിക തട്ടിപ്പുകൾ മറച്ചു വെക്കാനും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുമുള്ള അല്ലെങ്കിൽ ഒരു കാമോഫ്ലാഷിംഗ് നടപടിയാണോ ഇയാളുടെ ഈ ലൈംഗിക അപവാദ കേസ് എന്നുള്ളതാണ് അന്വേഷിക്കേണ്ട കാര്യം. ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളും ചർച്ചകളും കേരള സമൂഹത്തിൽ നടക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. നിരവധി തട്ടിപ്പുകാരുണ്ട്, നിരവധി സമ്പന്നന്മാരുമുണ്ട്. പക്ഷേ ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരു പ്രൊഫഷണൽ ബ്രാൻഡ് തട്ടിപ്പ് നടത്തുന്ന ഒരാൾ കേരളത്തിൽ വേറെയില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾക്ക് അവസരം കിട്ടിയാൽ വീണ്ടും ചർച്ച ചെയ്യാം. വീണ്ടും നമുക്ക് കാണാം. നന്ദി.